എക്സിറ്റ് പോൾ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഗ്രൗണ്ട് സീറോ കഴിഞ്ഞ 4 ദിവസമായി നിങ്ങൾക്ക് മുന്നിൽ വിവിധ സംസ്ഥാനങ്ങളുടെ ജനവിധിയെ സംബന്ധിച്ചുള്ള വീഡിയോകൾ എത്തിച്ചിരുന്നു. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ NDA സഖ്യം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഒരു പരിധിവരെ ബീഹാറിലും മുൻകൈ നേടുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. BJPയും സഖ്യകക്ഷികളും പല സംസ്ഥാനങ്ങളിലും തിരിച്ചടി ഏൽക്കുമെന്നും ഞങ്ങൾ കണക്കുകൂട്ടുന്നു. BJPക്ക് ഇത്തവണയും തമിഴ്നാടും കേരളവും തീർത്തും നിരാശാജനകമായ ഒരു റിസൾട്ട് ആയിരിക്കും നൽകുക. മറുവശത്ത് ഇന്ത്യ മുന്നണി തമിഴ്നാട്ടിലും കേരളത്തിനും പുറമെ കർണാടക, തെലുങ്കാന, ഹരിയാന, പഞ്ചാബ്, ജമ്മു കാശ്മീർ, ജാർഖണ്ഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ജനവിധി 2024 കണ്ടെത്തൽ. ഇതിനു പുറമെ ഈ സഖ്യത്തിന് മഹാരാഷ്ട്രയിലും ബീഹാറിലും ഉത്തർപ്രദേശിലും NDA ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നും ഞങ്ങൾ വിലയിരുത്തുന്നു. ജനവിധി 2024 അവസാന കണക്ക് പ്രകാരം അവസാന കക്ഷിനില, അതായത് ജൂൺ 4 വരുന്ന കക്ഷിനില ഏതാണ്ട് ഇങ്ങനെയായിരിക്കും. NDAക്ക് 254 സീറ്റുകൾ, ഇന്ത്യ മുന്നണിക്ക് 223 സീറ്റുകൾ, മറ്റുള്ളവർക്ക് 66 സീറ്റുകൾ. ഇതിൽ തന്നെ തൃണമൂൽ കോൺഗ്രസിന് ലഭിക്കുന്ന സീറ്റുകൾ മറ്റുള്ളവർക്കൊപ്പമാണ് ഞങ്ങൾ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി എടുക്കുന്ന നിലപാട് വളരെ നിർണായകമാണ്. തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചെറിയ കക്ഷികളും അത്തരമൊരു നിലപാടെടുക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ബിജു ജനതാദളും YSRCPയും ആരെ പിന്തുണയ്ക്കുമെന്നുള്ളത് അടുത്ത സർക്കാർ രൂപീകരണത്തിൽ നിർണായകമായിരിക്കും. 17ാം ലോക്സഭയിൽ NDAക്ക് 350 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഗ്രൗണ്ട് സീറോയുടെ ജനവിധി 2024 അനുസരിച്ച് അന്തിമ കണക്ക് പ്രകാരം NDA 254 സീറ്റിലേക്ക് ചുരുങ്ങുമ്പോൾ BJPക്കും സഖ്യകക്ഷികൾക്കുമുള്ള നഷ്ടം 96 സീറ്റുകളോളമായിരിക്കും. 400 സീറ്റ് എന്ന ലക്ഷ്യവുമായാണ് BJP ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയത്. BJPയുടെ സിറ്റിംഗ് MPമാരിൽ 43% MPമാരെ മാറ്റിയിട്ടും ഭരണകക്ഷിക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്നതാണ് ഞങ്ങൾ എത്തുന്ന നിഗമനം. തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്കൊപ്പം പോകുന്ന പശ്ചാത്തലത്തിൽ അവസാന കക്ഷിനില ഇങ്ങനെയായിരിക്കും. NDAക്ക് 254 സീറ്റ്, ഇന്ത്യ മുന്നണി വിത്ത് തൃണമൂൽ കോൺഗ്രസും ചേർന്നിട്ട് 253 സീറ്റുകൾ, മറ്റുള്ളവർ 36 സീറ്റുകൾ. ഞങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഇത്തവണ പ്രധാനമന്ത്രിയാകുക ആരാണെന്ന് തീരുമാനിക്കുന്നത് ബംഗാളിലെ ഉരുക്കു വനിത മമതാ ബാനർജി ആയിരിക്കും.